എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിൻ്റെ നാളെ മലയാളം എക്സാമാണ്, ക്രിസ്മസ് എക്സാമാണ് നാളെ. അതിന് ഇമ്പോർട്ടൻ്റായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ക്രിസ്റ്റി ബ്രൗണിൻ്റെ ജീവിതത്തിൽ അവർ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം തയ്യാറാക്കുക. ക്രിസ്റ്റി ബ്രൗണിനെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. ക്രിസ്റ്റി ബ്രൗൺ ഒരു എഴുത്തുകാരനും ചിത്രകാരനുമായിരുന്നു. ക്രിസ്റ്റി ബ്രൗൺ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കലാസൃഷ്ടികളും ദുരിതങ്ങളെ അതിജീവിച്ചതിൻ്റെ പ്രതീകമായി ലോകമെമ്പാടും അറിയപ്പെടുന്നു. 1932 ജൂൺ 5 അയർലൻഡിലാണ് അദ്ദേഹം ജനിച്ചത്. സെറിബ്രൽ പാൾസി ബാധിതനായിരുന്നു അദ്ദേഹം. ശരീരത്തിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങൾക്കും ചലനശേഷി ഇല്ലായിരുന്നു. ശരീരത്തിൽ ചലനശേഷി ഉണ്ടായിരുന്ന ഏക അവയവം ഇടതുകാൽ മാത്രമായിരുന്നു. ഈ ഇടതുകാൽ ഉപയോഗിച്ചാണ് അദ്ദേഹം എഴുതുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തത്. മൈ ലെഫ്റ്റ് ഫ്രൂട്ട് ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. മൈ ലെഫ്റ്റ് ഫ്രൂട്ട് എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചുള്ള ഈ കൃതി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. ക്രിസ്റ്റി ബ്രൗണിൻ്റെ ജീവിതം മനോബലത്തെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1981 സെപ്റ്റംബർ 7 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹം എന്തായിരുന്നു, ഒരു ക്രിസ്റ്റി ബ്രൗൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുത്തുകാരൻ, നല്ലൊരു ചിത്രകാരനായിരുന്നു. അദ്ദേഹത്തിന് സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞ അസുഖം പിടിപെട്ടിട്ടുള്ള ഇടതുകാൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചലനശേഷി ഉണ്ടായിരുന്ന ഒരു ഏക അവയവം. ഇടതുകാൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എഴുതുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു മനോബലത്തിൻ്റെ ആവിഷ്കാരമാണ് ഇടതുകാലിലൂടെ മാത്രം അദ്ദേഹം ചിത്രങ്ങൾ വരച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു ആത്മകഥയാണ് മൈ ലെഫ്റ്റ് ഫ്രൂട്ട്. തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഈ കൃതിയാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയത്. എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അദ്ദേഹം അതിജീവിച്ച കാര്യങ്ങളുമാണ് ഇതിലൂടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് മൈ ലെഫ്റ്റ് ഫ്രൂട്ട്. അദ്ദേഹം എഴുത്തുകാരനും ചിത്രകാരനുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കലാസൃഷ്ടികളും ദുരിതങ്ങളെ അതിജീവിച്ചതിൻ്റെ പ്രതീകമായി ലോകമെമ്പാടും അദ്ദേഹം അറിയപ്പെടുന്നു. ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എഴുതണേന്ന് നോക്കാം. അത് എന്തായാലും എല്ലാ എക്സാമിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതെന്തായാലും പഠിക്കാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കവിയുടെയും കവിതയുടെയും പേര്. കവിയുടെ പേര് എന്തായാലും അതിൽ ഉൾപ്പെടുത്തണം. കവിതയുടെ പേരും എഴുതണം. പിന്നെ കവിതയും തലക്കെട്ടും തമ്മിലുള്ള ബന്ധം, ശബ്ദഭംഗി, അക്ഷരാവർത്തനം, കവിതയിലെ പ്രധാന ആശയം, ഇഷ്ടപ്പെട്ട വരികൾ. അപ്പോൾ കവിതയുടെയും കവിയുടെ പേര് ആദ്യം തന്നെ എഴുതുക. പിന്നെ കവിതയിലെ എന്താണ് പ്രധാന ആശയം എന്നുള്ളത് എഴുതണം. ലാസ്റ്റ് ഇഷ്ടപ്പെട്ട വരി ഏതാണെന്ന് എഴുതാൻ 2 വരികൾ എഴുതുക. അതെന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്നും എഴുതണം. നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഒരു കവിത തന്നിട്ടുണ്ടാവും, ആരെഴുതിയെന്ന് തന്നിട്ടുണ്ടാവും, ഏത് കൃതി നിന്നാണ് അത് എടുത്തതെന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് എഴുതാം. ഞാനൊരു ഉദാഹരണത്തിന് വേറൊരു കവിതയുടെ കാണിച്ചു തരാം. എൻ്റെ പനിനീർ ചെടി എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് ഇവിടെ എഴുതുന്നത്. മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ അന്തിനക്ഷത്രം എന്ന കൃതിയിൽ നിന്നെടുത്ത കവിതയാണ് എൻ്റെ പനിനീർ ചെടി. ആദ്യം തന്നെ എഴുതുക, ആരാ എഴുതിയെന്ന് എഴുതാം. നോക്കിയേ, മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ ഏത് കൃതി എന്നുള്ളതാണ് അടുത്തതായിട്ട് എഴുതണം. അന്തിനക്ഷത്രം എന്ന കൃതിയിൽ നിന്നെടുത്ത കവിതയാണ് എൻ്റെ പനിനീർ ചെടി. അങ്ങനെ വേണം ആദ്യം എഴുതി തുടങ്ങാൻ. വീട്ടുമുറ്റത്തിന് അലങ്കാരമായ പനിനീർ ചെടിയെ കുട്ടി പരിപാലിക്കുന്നു. പുതുനാമ്പുകൾ വരുമ്പോൾ പ്രാണികൾ നശിപ്പിക്കാതിരിക്കാനും വെയിൽ ഏൽക്കാതിരിക്കാനും കുട്ടി ശ്രദ്ധിക്കുന്നു. കാവൽ മാലാഖയെപ്പോലെ സംരക്ഷിക്കുന്നു. മഞ്ഞുകാലം വന്നപ്പോൾ ചെടി തളിർത്ത് മനോഹാരിയായി. അതിൻ്റെ ചില്ലകളിൽ മുട്ടുകളുണ്ടായി. പുലരിയെ നോക്കി ആ പൂമുട്ടുകൾ മന്ദഹസിച്ചപ്പോൾ അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇനി അടുത്തത് നോക്കിയേ, ഇഷ്ടപ്പെട്ട വരികൾ കണ്ട. വിസ്മരിക്കാതെ നിന്നു ഞാൻ ആ പുതുപുഷ്പവല്ലിക്ക്
പുഷ്പവല്ലിക്ക് കാവൽ മാലാഖയായി. ചെടിക്ക് കാവൽ മാലാഖയെ പോലെ വർത്തിച്ചു എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ വരികൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇഷ്ടപ്പെട്ട കാരണവും ഇഷ്ടപ്പെട്ട വരികളും അതിൽ എഴുതി കൊടുക്കുക. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്ന കാര്യമാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ അവൾ ഇതുവരെ അങ്ങനെ പിറന്നാളും ബർത്ത്ഡേക്ക് ഒന്നും കേക്കൊന്നും മുറിക്കാറുണ്ടായില്ല. അപ്പോൾ അവൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു കേക്കൊക്കെ മേടിച്ച് കൊടുത്ത് അങ്ങനെ അങ്ങ് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു ദിവസം അവളും വേറൊരു ഫ്രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കുകയാണ്, വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അവളോട് തിരുത്തി കൊടുക്കാൻ ശ്രമിച്ചു. തെറ്റ് കണ്ട് പറയുന്നത് അവർ തമ്മിൽ പറയുന്നത് ശരിയല്ല, ആരുടെ ഭാഗത്താണ് ശരിയെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് തിരുത്തി കൊടുക്കണം. അപ്പോൾ തിരുത്തി കൊടുത്തപ്പോൾ അത് അവൾക്ക് ഇഷ്ടമായില്ല. അത് പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് അന്ന് കേക്ക് മുറിച്ചതിൻ്റെ പൈസയൊക്കെ കൊണ്ട് എനിക്ക് തരികയാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ സൗഹൃദത്തിന് എന്തുമാത്രം വിലയാണ് അവർ കൽപ്പിച്ചത്. നീ എനിക്ക് വേണ്ടി ചിലവാക്കിയ പൈസ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആ നിമിഷം അവരുടെ ആയ ഒരു പറച്ചിൽ, അത് എന്തുമാത്രം വിഷമമാണെന്ന് അറിയാം നമുക്കുണ്ടായിരുന്ന. അതുവരെ ഉണ്ടായിരുന്ന ആ സൗഹൃദമൊക്കെ അവിടെ കഴിഞ്ഞു. അതാണ് ചിലവരെ വാക്ക് നമ്മളെ നല്ലോണം മനസ്സിൽ വേദനിപ്പിക്കും ചില വാക്കുകൾ. അങ്ങനെ വല്ല അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികളല്ലേ, കലോത്സവത്തിനും കാര്യങ്ങളൊക്കെ പ്രൈസ് ചിലപ്പോൾ കിട്ടാത്തുണ്ടാവും. അത് കിട്ടാത്തതിന് ചിലപ്പോൾ ടീച്ചേഴ്സോ പേരൻസോ ആരെങ്കിലും ഭാഗത്ത് ചിലപ്പോൾ കളിയാക്കലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതൊക്കെ എഴുതാൻ അനുഭവക്കുറിപ്പായിട്ട് കേട്ടോ.